ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുറെ നാളായിട്ട് ഈ നാട്ടിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഉപ്പിലിട്ട മാങ്ങ ഇല്ല കേട്ടോ, ഉപ്പിലിട്ട സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് വീട്ടില് നമുക്കൊന്ന് പരീക്ഷിക്കാന്ന്. ഓക്കെ, അപ്പം കുറെ സാധനങ്ങളൊക്കെ ആയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പൊന്നു ഗൈസ്, നമ്മൾ ആയുധങ്ങൾ ആദ്യം എടുക്കട്ടെ. ആയുധം എവിടെ? യെസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്? പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുക്കുംബർ എടുത്ത് വെച്ചിട്ടുണ്ട്, ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്. കാന്താരി കിട്ടിയില്ല, അതുകൊണ്ട് പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ക്യാരറ്റ്. ഓക്കെ, അപ്പൊ ഇത്ര സാധനം വെച്ചിട്ടാണ് ഉപ്പിടാതെ വിചാരിച്ചത്. ഫസ്റ്റ് എന്നാ വെച്ചാൽ ഇതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കുക്കുംബർ എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ ക്യാരറ്റൊക്കെ നല്ലപോലെ തൊലി കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ആപ്പിളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, അതിൻ്റെ മണ്ടവശം നല്ലപോലെ ഒടിച്ച് അതും എടുത്ത് സെറ്റായി. കാന്താരിയാണ് വേണ്ടത്, പക്ഷേ പച്ചമുളകാണ് കിട്ടിയത്. അതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല വലിയ പൈനാപ്പിളാണ്. പിന്നെ ഈ പൈനാപ്പിളിൻ്റെ തൊലി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടാണ്, അപ്പോൾ അത് മാറ്റി വെക്കുകയാണ് ഞാൻ. പിന്നെ പൈനാപ്പിൾ ഇതേ കട്ട് ചെയ്ത് എല്ലാം കുറച്ച് കഴിച്ച് നോക്കുകയാണ്. പക്ഷെ ഭയങ്കര പുളിയാണ് കേട്ടോ. മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അപ്പം എന്നെ കളിയാക്കി. അതിനിപ്പോൾ ഞാൻ പുളിയാത് പറയുകയാണ്. എന്നാലും വിട്ടില്ല ഞാൻ. എന്നിട്ട് ഇനി എല്ലാം ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്നൊന്നായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുക്കുംബർ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തു. പിന്നെ അടുത്ത ക്യാരറ്റും അതുപോലെ തന്നെ നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇച്ചിരി കട്ടിയുണ്ട് ക്യാരറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ തൊലിയൊന്നും ചെത്തുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മുകൾ വശം മാത്രം ചെത്തിയിട്ട് പിന്നെ റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തോ കോമഡി പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പൈനാപ്പിൾ സാധാരണ ഞാൻ വട്ടത്തിൽ അരിഞ്ഞിടാന്ന് പറഞ്ഞു വിചാരിച്ചു, പക്ഷേ വട്ടത്തിൽ അരിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം അതിന്റെ തണ്ടിനകത്ത് കണ്ട ചീക്കളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ല. നമുക്ക് മുറിച്ചു കളയാം. പച്ചമുളക് കേട്ടോ, അതൊന്ന് ജസ്റ്റ് നടുക്കൂടെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ് കുറച്ച് ഓവറായി പോയി, സാരമില്ല. ഇത് എന്താ ഭരണി എടുത്തിട്ടുണ്ട്, കുപ്പി ഭരണി വേണം കേട്ടോ. സൗണ്ട്. അപ്പൊ സാധനങ്ങളെല്ലാം നമുക്കിനി ഒന്നൊന്നായിട്ട് അടുക്കിയിടാം കേട്ടോ. ഫസ്റ്റ് ഇതേ ഓരോ ലെയർ ആയിട്ട് ഇടാം. നമുക്ക് കുപ്പി നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ചെടുക്കണം കേട്ടോ, അത് മസ്റ്റാണ്. നമ്മൾ ഓരോ സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാരറ്റ്,
വരൂ കുക്കുംബർ. അടുത്ത ലെയറിൽ കുറച്ച് പൈനാപ്പിൾ കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. നമ്മൾ എന്നെ ഇട്ട് കൊടുക്കണം. യെസ്. നമുക്ക് ആദ്യത്തെ ലെയറിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. അടുത്ത ലെയറിൽ അടുത്തത് തരാം. പിന്നെ ഇടയ്ക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യമുള്ള കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഉപ്പിട്ട് കൊടുത്തു. ഇനി അടുത്തെന്ന് പറഞ്ഞ വിനാഗിരി. പിന്നെ ഇതെന്ന് പറയുന്നത് തിളപ്പിച്ചാറിച്ചിട്ടുള്ള ഇളം ചൂട് വെള്ളമാണ് കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെല്ലെ എടുത്തിട്ട്, കുപ്പി ഭരണിയാണ് അപ്പൊ മെല്ലെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കുലുക്കിയിട്ട് നമുക്കിത് ഇവിടെ വെക്കാം. ഓക്കെ, കണ്ടോ, ഉപ്പിലിട്ടത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.